നമ്മുടെ തോമസ് കുട്ടി സാറിൻ്റെ തോട്ടത്തിലുള്ള അൾട്രാ ഹൈ ഡെൻസിറ്റി ചെയ്തിരിക്കുന്ന കൃഷി രീതിയാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ വീതി തമ്മിൽ ഓരോ ചെടിക്ക് 10 അടിയും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ചെടികൾ തമ്മിലുള്ള ആ ലൈനിലുള്ള ചെടികൾ തമ്മിലുള്ള അകലം 5 അടിയാണ്. ഈ ഒരു രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം 1 ഏക്കറിന് 750ഓളം ചെടികൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് 1000 കിലോ ഉണക്കക്കായോളം നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വെറുതെ കൃഷി ഇറക്കിയാൽ പോരാ, നമ്മൾ ഒരുപാട് വളം വാരി വലിച്ച് ഇട്ടോ അല്ലെങ്കിൽ മരുന്നുകളോ ഒന്നും കൊടുത്തല്ല ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത്. എല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ്, അതായത് പ്ലാന്റ് ന്യൂട്രീഷൻ എന്ന രീതിയിൽ HSPMലെ സുരേഷ് സാറിൻ്റെ മേൽനോട്ടത്തിൽ ചെയ്തിരിക്കുന്ന ഒരു കൃഷിത്തോട്ടമാണ്. അപ്പോൾ നമ്മുടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ ഒരു കൃഷി രീതി ഒക്കെ. അപ്പോൾ കൾച്ചറുകളും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന മറ്റു കാര്യങ്ങളും വിളവ് എങ്ങനെ എടുക്കുന്നു അതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ പഴയ പ്ലേലിസ്റ്റിൽ പോയിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ചാനലിൽ പോയി മറ്റു വീഡിയോകളും കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയ്ക്ക് വ്യൂ കൂട്ടാനാണ് എന്നുള്ളൊരു വാദം നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു. അത് നമ്മളങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് അറിവ് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. ആവശ്യമെങ്കിൽ പോയി കാണുക, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് വന്ന മാറ്റങ്ങളാണ് ഈ കാണുന്നത്. കായ്ക്ക് നല്ല ബോൾട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഈ സാറാണെങ്കിൽ അമിതമായ വളവോ ഒന്നും കൊടുത്ത് ഉണ്ടാക്കിയതല്ലത്. അതായത് ഈ കൂട്ടുവളം എന്നുള്ള സിസ്റ്റം, അതിനകത്ത് പ്രൈമറി വളങ്ങളുണ്ട്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് അടങ്ങുന്ന വളങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. അത് കൃത്യമായ പ്രൊപ്പോർഷൻ നമ്മുടെ ചെടികളുടെ അവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് സാറിനാണ് അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ തോട്ടത്തിൽ ചെയ്യുന്ന ഒരു കൂട്ട് വേറൊരു തോട്ടത്തിൽ ചെയ്താൽ റിസൾട്ട് കിട്ടണമെന്നില്ല. എന്താണോ ചെടിക്ക് പ്രശ്നം, ഒരു പക്ഷേ റൂട്ടിന് പ്രശ്നമുണ്ടോ, ഇതൊക്കെ നമ്മുടെ ചെടി കാണുമ്പോൾ അറിയാം, അതിനെപ്പറ്റി പറയുമ്പോൾ അറിയാം. അതാണോ പ്രശ്നം, അതോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ മണ്ണിൻ്റെ ഘടനയിലോ, അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ്, എന്താണ് കുറവുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു കൂട്ടുവളം സാറ് പറയത്തുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡറി മൂലകങ്ങളുണ്ടാവും ആ വളത്തിനകത്ത്, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങി, അതുപോലെ തന്നെ കൊടുക്കേണ്ടതായ കെമിക്കലുകൾ, മരുന്നുകൾ എത്ര ഡോസേജ് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു തട്ടയിൽ തന്നെ പിടിച്ചാൽ കണ്ടോ, നല്ല കമ്പിൻ്റെ ബലമാണ് ഇതിനൊന്നും ഒരു നമ്മുടെയൊക്കെ വീട്ടിൽ എന്ന് പറയുന്നത് ഇതെല്ലാം ഞള്ളാണിത്തട്ടയാണ്, ഒരു തളതളാന്നിരിക്കുന്നതല്ല, നല്ല ഉറച്ച ഒരു രീതിയിൽ നാരുകെട്ട് കൂട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കീടങ്ങളുടെ അറ്റാക്കോ ഒന്നും വരത്തില്ല. അപ്പോൾ അതെല്ലാം ഓരോ ഈ ടെക്നോളജി റവല്യൂഷൻ എന്ന ഒരു കൃഷി രീതിയിൽ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിലവ് കുറയ്ക്കുക, കൂടുതൽ ആദായം ഉണ്ടാക്കുക. ഇപ്പോൾ ഈ ഒരു വർഷം ആയിട്ടുള്ള ഈ ചെടിയിൽ നിന്ന് തന്നെ ഇത്ര റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്ലാന്റ് ബേസിക്സ് അറിയണം. ഇതിൻ്റെ ബേസിക്സിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ന്യൂട്രിയൻസിനെ പറ്റി, മണ്ണെങ്ങനെ ക്ലിയർ ആക്കണം എന്നൊക്കെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കർഷകർക്ക് മാത്രം പ്രയോജനകരമാകുന്ന രീതിയിലാണ് നമ്മളെല്ലാ വീഡിയോയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കർഷകർക്ക് മാത്രം ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വളങ്ങൾ, എല്ലാ വളങ്ങളും അല്ലെങ്കിൽ മരുന്നുകളെല്ലാം എല്ലാം ആവശ്യം തന്നെയാണ്, ഒന്നും മോശമല്ല. പക്ഷേ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്കിതെല്ലാം ഈ റിസൾട്ട് കിട്ടുന്നതും അതുപോലെ തന്നെ റിസൾട്ട് കിട്ടാതിരിക്കുന്നതിനും കാരണം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തോമസ് കുട്ടി സാറിൻ്റെ ഈ തോട്ടത്തിൽ ഒരു മെയിൻ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ റിസൾട്ട് സാറ് ഇതിനെപ്പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.